ഹലോ, ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് ഇക്കണോമിക്സിലെ ബേസിക് ടോപ്പിക്കാണ്. മെയിൻലി ഇത് പബ്ലിക് ഇക്കണോമിക്സിൻ്റെ ടോപ്പിക്കാണ്. മെറിറ്റ് ഗുഡ്, ഡീമെറിറ്റ് ഗുഡ്, ക്ലബ്സ് ഗുഡ്. ഈ മൂന്ന് ഗുഡും എന്താണെന്ന് നമുക്ക് നോക്കാം. മെറിറ്റ് ഗുഡ്. A merit good is a good or service that benefits the society more than individual. മെറിറ്റ് ഗുഡ് എന്താണ്? ഒരു ഗുഡ് ഓർ സർവീസ് അത് കൺസ്യൂമറിനേക്കാളും കൂടുതൽ ബെനിഫിറ്റ് ചെയ്യുന്നത് സൊസൈറ്റിയാണ്. അങ്ങനെയുള്ള ഗുഡ്സ് ഏതൊക്കെയാ? എഡ്യൂക്കേഷൻ, വാക്സിനേഷൻ, ഇതൊക്കെ ഇൻഡിവിജ്വലിന് ബെനിഫിഷ്യൽ ആണ്. പക്ഷെ ഇൻഡിവിജ്വലിനേക്കാളും അത് ബെനിഫിറ്റ് ചെയ്യുന്നത് സൊസൈറ്റിക്കാണ്. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ ഒന്നാണ് പോസിറ്റീവ് എക്സ്റ്റേണലിറ്റി. ഇപ്പോൾ ഇഫ് എൻ ഇൻഡിവിജ്വൽ ഇസ് വാക്സിനേറ്റഡ്, ബാക്കിയുള്ളവർക്ക് ഡിസീസസ് വരാനുള്ള ചാൻസസിനെ അത് കുറയ്ക്കുന്നു. സോ അതുകൊണ്ടാണ് ഇതിനെ പോസിറ്റീവ് എക്സ്റ്റേണലിറ്റി ഉള്ള ഗുഡ്സ് എന്ന് പറയുന്നത്. അണ്ടർ കൺസ്യൂംഡ്. മെറിറ്റ് ഗുഡ്സ് എപ്പോഴും അണ്ടർ കൺസ്യൂംഡ് ആണ്. കാരണം ഇൻഡിവിജ്വലിന് അവരുടെ ഷോർട്ട് ടേമിലുള്ള ബെനിഫിറ്റ് ആണ് കുറേ കൂടെ ഇമ്പോർട്ടൻറ്റ്. So, if a person is getting educated, at the time of being educated, the student will only remember the difficulties, അല്ലെങ്കിൽ the struggle. ഇപ്പോൾ ഒരു കുട്ടി എഡ്യൂക്കേറ്റഡ് ആകുമ്പോൾ, ഇപ്പോൾ ഒരു ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ആ പഠിക്കുന്നതിൻ്റെ ബുദ്ധിമുട്ട് മാത്രമേ ഓർക്കുള്ളൂ. പഠിച്ച് കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബെനിഫിറ്റിനെ കുറിച്ച് ഓർക്കുന്നില്ല. അത് ആ കുട്ടിക്കും ആ സമൂഹത്തിനും ബെനിഫിഷ്യലാണ്. അതുകൊണ്ടാണ് അണ്ടർ കൺസംഷന് കാരണം. ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ. അണ്ടർ കൺസ്യൂംഡ് ആയിട്ടുള്ള മെറിറ്റ് ഗുഡിനെ കൺസംഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതായത് ഫ്രീ എഡ്യൂക്കേഷൻ, ഫ്രീ വാക്സിനേഷൻ, ഹൗസിംഗ് പോളിസീസ്, റേഷൻ കാർഡ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്താ മെറിറ്റ് ഗുഡ്സ് ആണ്, ഗവൺമെൻറ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. Then demerit goods, a good or service that is harmful to individual consumer as well as a society. സൊസൈറ്റിക്കും കൺസ്യൂമറിന് തന്നെയും ഹാംഫുൾ ആയിട്ടുള്ള പ്രോഡക്ട്സ് അല്ലെങ്കിൽ സർവീസസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീമെറിറ്റ് ഗുഡ്സ് എന്ന് പറയുന്നത്. ആൽക്കഹോൾ, സിഗരറ്റ്, ടൊബാക്കോ ഇതിനെയൊക്കെ ഡീമെറിറ്റ് ഗുഡ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓവർ കൺസംഷൻ. ഇതിന് മാർക്കറ്റ് ഫോഴ്സസിന് തന്നെ വിട്ടുകൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ കൺസംഷൻ ഒത്തിരി കൂടും. കാരണം എന്താ? ഇൻഡിവിജ്വൽ റെക്കഗ്നൈസ് ചെയ്യുന്നില്ല ഇത് എനിക്കും സൊസൈറ്റിക്കും ഹാംഫുൾ ആണെന്ന്. ഗവൺമെൻറ് റെഗുലേഷൻ. ഇങ്ങനെയുള്ള ഡീമെറിറ്റ് ഗുഡ്സിനെ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യും. ഇതിൻ്റെ കൺസംഷൻ കുറയ്ക്കാനായിട്ട് ശ്രമിക്കും. ഇപ്പോൾ ടൊബാക്കോ, ആൽക്കഹോൾ, സിഗരറ്റ് പോലുള്ള കാര്യങ്ങൾക്ക് സിൻസ് ടാക്സ് എന്ന് പറഞ്ഞ് ഗവൺമെൻറ് ടാക്സ് ചെയ്യും. ടാക്സ് ചെയ്യുന്ന എന്തിനാ? കൺസംഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെയുള്ളൊരു കൺസെപ്റ്റാണ് ക്ലബ് ഗുഡ്സ്. ക്ലബ് ഗുഡ് ഇൻ ഇക്കണോമിക്സ് ഈസ് റെഫേർഡ് ടു ആസ് സ്കേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി സ്കേഴ്സ് ഗുഡ്സ്. ഇറ്റ് ഈസ് നോൺ റൈവലറസ് ബട്ട് എക്സ്ക്ലൂഡബിൾ. ക്ലബ് ഗുഡ് എന്നാൽ ഒന്നെങ്കിൽ സ്കേഴ്സ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യലി സ്കേഴ്സ് എന്ന് ഇക്കണോമിക്സിൽ വിളിക്കുന്ന ഗുഡ്സ് ആണ്. ഈ ഗുഡ്സ് നോൺ റൈവലറസ് ആണ്, അതായത് കോമ്പറ്റീഷൻ ഇല്ല ഇത് കൺസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ എക്സ്ക്ലൂഡബിൾ ആണ്, ചിലർ ഇതിൻ്റെ കൺസംഷനിൽ നിന്ന് മാറ്റി നിർത്താനായിട്ട് സാധിക്കും. എക്സാമ്പിൾ ഗോൾഫ് ക്ലബ് മെമ്പർഷിപ്പ് അല്ലെങ്കിൽ നമുക്ക് ജിം മെമ്പർഷിപ്പ്, ഇതൊക്കെ ഇതിൻ്റെ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ജിമ്മിൻ്റെയും ഗോൾഫ് ക്ലബിൻ്റെയൊക്കെ മെമ്പർഷിപ്പ് ഒത്തിരി അവൈലബിൾ അല്ലാത്തൊരു ഫാക്ടർ അല്ല. ആർക്ക് വേണമെങ്കിലും മെമ്പർഷിപ്പ് എടുക്കാം. പക്ഷേ ഒരു ലിമിറ്റ് വരെ അവർ മെമ്പർഷിപ്പ് കൊടുക്കുന്നുള്ളൂ. അത് കഴിയുമ്പോൾ എന്താ? there will be a situation where they will not be able to take that much people into account. അതുകൊണ്ടാണ് ക്ലബ് ഗുഡ്സിനെ നമ്മൾ നോൺ റൈവലറസ് ബട്ട് എക്സ്ക്ലൂഡബിൾ ഗുഡ്സ് എന്ന് പറയുന്നത്. പ്രൈവറ്റ് പാർക്ക്, പ്രൈവറ്റ് ബീച്ചസ് ഇതൊക്കെ നമുക്ക്, അല്ലെങ്കിൽ നമ്മുടെ ഓൺലൈൻ പെയ്ഡ് TV സ്ട്രീമിംഗ് സർവീസസ്. ഞാനിപ്പോൾ സ്ട്രീമിങ്ങിന് പേ ചെയ്തു എന്ന് പറഞ്ഞ് എനിക്ക് സ്ട്രീമിംഗ് അവൈലബിൾ ആണ് എന്നും വെച്ച് വേറൊരാൾ പേ ചെയ്തത് കിട്ടാതിരിക്കുന്നുണ്ടോ? ഇല്ല. പക്ഷെ അയാൾ പേ ചെയ്യണം. പേ ചെയ്തില്ലെങ്കിൽ അയാൾക്ക് കിട്ടില്ല. അപ്പോൾ എക്സ്ക്ലൂഡബിൾ ആണ്, ബട്ട് റൈവൽ അല്ല. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. മെറിറ്റ് ഗുഡ്സ്, ഡീമെറിറ്റ് ഗുഡ്സ് ആൻഡ് ക്ലബ് ഗുഡ്സ്. ഹോപ്പ് യു അണ്ടർസ്റ്റുഡ് ആൻഡ് താങ്ക് യു ഫോർ ലിസണിങ്.